ഹൽക്കിൻസ് മാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഈ ചെറുത് എൻ്റെ പിന്നാലെ വാലായിട്ടുണ്ടാവും കേട്ടോ. അതോടൊപ്പം തന്നെ അവൻ്റെ കയ്യിലൊരു വണ്ടി ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ ചെറിയ വണ്ടി അല്ലെങ്കിൽ വലിയ വണ്ടി, ചിലപ്പോൾ രണ്ട് കയ്യിലുണ്ടാവും കേട്ടോ, പിടിക്കാൻ പറ്റുന്ന പോലെ തന്നെ. എല്ലാ ആൺകുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും, എന്തെങ്കിലും ഒരു വണ്ടി അവരുടെ കയ്യിലുണ്ടാവും, വണ്ടിപ്രാന്തന്മാരാണ് എന്നുണ്ടെങ്കിൽ. ഇവിടെ രണ്ടു പേർക്കും വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉറങ്ങുമ്പോഴായാലും എന്തിനു പറയണം, കുളിക്കാൻ പോകുമ്പോൾ പോലും വണ്ടിയും കൊണ്ടാണ് ഇവർ പോവുക. എന്നിട്ട് ആ ബക്കറ്റിൽ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വണ്ടി മുങ്ങി, പപ്പയുടെ വണ്ടി മുങ്ങി എന്ന് പറഞ്ഞ് കളിക്കും. ഒന്ന് സോപ്പും പൊടി പൊട്ടിച്ച് ഡബയിലൊക്കെ ആക്കി ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ ഒരാൾ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു, അടുത്ത ആൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതേ ഒരു കുഞ്ഞ് സ്പൂണൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഉണ്ടല്ലോ, നമുക്ക് പുറത്തുനിന്ന് ഒരു ടബൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വയ്ക്കാനായിട്ട് ഇഷ്ടംപോലെ പ്രോട്ടീൻ പൗഡറിൻ്റെ ടബുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചാച്ചൻ ഫുള്ള് പ്രോട്ടീൻ പൗഡർ അടിച്ച് കയറ്റിയിട്ടാണ് ഈ മസിലൊക്കെ പരിപ്പിച്ചതെന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. അങ്ങനെ സോപ്പും പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ ഏതപ്പൻ ആ സോപ്പും പൊടിയിൽ കൈയിട്ട് വാരി കുറച്ചൊക്കെ അവിടെ പോയി, പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ കിച്ചണിൽ പോയി ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഫുഡ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കറി ആയാലും ചോറായാലും ബാക്കി വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ചൂടാക്കി കഴിക്കുന്ന ആ ഒരു പ്രകൃതി എനിക്കില്ല കേട്ടോ. എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കേസാണ് അത്. പലരും ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് പിന്നെ അങ്ങനെ ശീലമില്ല എനിക്ക് ഒന്നാമത്. അതുമാത്രമല്ല, അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ എന്തോ വയറിന് പിടിക്കാത്ത പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും മീൻകറിയോ അല്ലെങ്കിൽ ബീഫ് ചിക്കൻ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കിയിട്ട് വെക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ അത് എടുക്കും. 2 ദിവസത്തിന് മേലേക്ക് അങ്ങനെ കറികളൊന്നും വെക്കില്ല. കാരണം ചൂടാക്കണതിനും ഒരു പരിധിക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ചാച്ചന് എന്തെങ്കിലും ലഞ്ച് കൊണ്ടുപോകുന്ന ദിവസമാണെന്നുണ്ടെങ്കിലും തലേദിവസം രാത്രിയാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ അത് ചൂടാക്കി കൊടുത്തു വിട്ടാൽ മതിയല്ലോ. ഇപ്പോൾ ചോറാണെങ്കിലും തലേദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് തിളപ്പിച്ച് ഊറ്റി കൊടുത്തയക്കും. അങ്ങനെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കി വെക്കുകയുള്ളൂ. കുറേ ആയിക്കഴിഞ്ഞാലാണല്ലോ നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാനായിട്ടുള്ള ത്വര വരിക. പിന്നെ ഞാൻ പലരും വീഡിയോസ് ചെയ്യണ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്ലാനൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, നമുക്ക് പണികൾ കുറഞ്ഞ് കിട്ടും. പക്ഷേ എനിക്ക് എന്തോ അത് വയറ്റിന്, എൻ്റെ പേഴ്സണൽ കാര്യമാണ് കേട്ടോ, വയറ്റിന് പിടിക്കാത്ത പോലെയൊക്കെ തോന്നും. അങ്ങനെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വാലൻറ്റൈൻസ് ഡേക്ക് ചാച്ചൻ തന്ന ഗിഫ്റ്റിൽ ഇതേപോലെ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈറ്റ് വെറുതെ കൊണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് നമ്മുടെ റൂമിൽ തന്നെയുള്ള ഫ്രെയിമിൻ്റെ ഇടയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള പരിപാടി നോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചാച്ചൻ വാലൻറ്റൈൻസ് ഡേക്ക് തന്ന ഗിഫ്റ്റിൽ ഒരു ബൊക്കെ ഉണ്ടായിരുന്നു, അതേപോലെ കുറേ മറ്റേ പോളറോയിഡിൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബൊക്കെ ഞാൻ നമ്മുടെ ഹാളിൽ രൂപത്തിൻ്റെ അടുത്ത് ഞാൻ വെച്ചു. അപ്പോൾ ഈ ലൈറ്റ് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള പ്ലാനിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും ചെറുതെൻ്റെ പിന്നാലെ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഞാനിതെന്തിട്ട് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വാലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ സെല്ലോ ടേപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആശാനും അത് വേണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറുത് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അവൻ്റെ കയ്യിലും കൊടുത്തു കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ചാച്ചനോട് പറഞ്ഞത്, ചാച്ച ഇങ്ങനെ നമുക്ക് കുറച്ച് ലൈറ്റൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചാലോ എന്ന്. പക്ഷേ ആൾക്ക് രാത്രി ലൈറ്റ് കണ്ട് ഉറങ്ങാനായിട്ട് പറ്റൂല, ഒരു തരി ലൈറ്റ് പോലും പാടില്ല. എനിക്കങ്ങനെ തന്നെയാണ് കേട്ടോ, ഒട്ടും ലൈറ്റ് പാടില്ല ഉറങ്ങുമ്പോൾ. ലൈറ്റ് ഉള്ളപ്പോൾ എന്തോ ഒരു അരോചകമായിരിക്കും, ഉറങ്ങാൻ പറ്റാത്ത പോലെയൊക്കെ തോന്നും. പക്ഷേ എനിക്കിങ്ങനെ ഇഷ്ടമാണ്, ഇങ്ങനെ മാല ബൾബും ചെറിയ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അലങ്കരിക്കാൻ, കുറച്ച് അലങ്കോലപ്പണികളുണ്ടെന്ന് പറഞ്ഞ പോലെ അലങ്കരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ലൈറ്റ് എത്ര നാൾ നിൽക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ചാർജബിൾ അല്ല, ബാറ്ററിയാണ്. ബാറ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തു. അതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പലരും ഈ ഒരു മോപ്പിൻ്റെ റിവ്യൂ പറയാൻ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ വേറൊരെണ്ണം ചെയ്യാം കേട്ടോ. എനിക്കിത് അത്യാവശ്യം നല്ല ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയത്. പിന്നെ ക്ലീൻ ആവുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ എപ്പോഴും നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കണം. കാരണം ഇവിടെ മൊത്തം മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ഹാളിൽ, കിച്ചണിൽ, ബാത്റൂമിൽ എല്ലായിടത്തും ഞങ്ങളുടെ മുടിയാണ്. അമ്മാതിരി മുടി ഒഴിച്ചിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തുടച്ച് കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു മുടി ഉണ്ടാവും. അപ്പോൾ പിന്നെ ടിഷ്യൂ വെച്ചിട്ട് അത് വൈപ്പ് ചെയ്ത് കളയണം. അതിനുവേണ്ടി ഞാൻ എപ്പോഴും ടിഷ്യൂ ഇങ്ങനെ കൊണ്ട് നടക്കും. പിന്നെ കുറച്ച് നേരം പിള്ളേരോടൊപ്പം ഈ കോറിഡോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു. കാരണം ഇവരെ താഴേക്ക് ഞാൻ വിടാറില്ല. താഴെ പാർക്കിങ്ങിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും വണ്ടികൾ എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കോറിഡോറിൽ സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചവിട്ടിയാൽ മതി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ.
പിന്നെ ഒരു ദിവസം പാർക്കിൽ കൊണ്ടുപോയതോടുകൂടി മതിയായി, കാരണം മണ്ണൊക്കെ വാരി അപ്പുറത്തെ പിള്ളേരുടെ കണ്ണിലേക്കൊക്കെ ഇട്ടു. അതിന് ശേഷം പാർക്കിലും കൊണ്ടുപോകാറില്ല. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് കിച്ചണിൽ പോയി, കാരണം നമ്മളിന്ന് ബീഫ് മപ്പാസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ബീഫ് മപ്പാസ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കിയതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മാത്രമല്ല, അമ്മയാണ് ഇതിൻ്റെ മെയിൻ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി നിന്നെന്നുള്ളൂ കേട്ടോ. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ കൂടിയിട്ടൊന്ന് അവിടെ വഴറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ ബീഫ് ഉരുളക്കിഴങ്ങൊക്കെ കുക്കറിലിട്ടിട്ട് അതും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വറ്റി കഴിയുമ്പോൾ നമ്മൾ വെള്ളമില്ലാണ്ടാണ് കുക്കറിൽ ബീഫും ഉരുളക്കിഴങ്ങും വേവിച്ചേക്കുന്നത്. അത് അതിലേക്ക് ഇട്ടു. അപ്പോൾ പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെടാ ഭയങ്കര കുഞ്ഞായിപ്പോയി. അങ്ങനെ നമ്മളിത് വേറെയിലേക്ക് അത് പകർത്തി ഒന്നും കൂടി അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്തിട്ടില്ല, ആകെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ. ഒന്നാമത് എനിക്ക് കുരുമുളക് ഇട്ടിട്ടുള്ള കറിയിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. അങ്ങനെ നമ്മളിതേ രണ്ടാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ ഗ്യാപ്പിൽ ഇതേ അമ്മ അവിടെ ഒന്നാം പാൽ പകർത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നിന്ന് ഇളക്കി കൊടുത്ത് അമ്മേനെ സഹായിക്കുന്നുമുണ്ട്, ഒപ്പം കുറേ എക്സ്പ്രഷനും വാരി വിതറുന്നുണ്ട്. എന്താല്ലേ. അപ്പോൾ ദേ നമ്മുടെ തള വന്നു തുടങ്ങിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ ഇട്ടേക്കണ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ തള വന്നതിന് ശേഷം നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തള വരാൻ നിൽക്കരുത്, കാരണം ചിലപ്പോൾ പിരിഞ്ഞു പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഒരു ചെറിയ തള വരുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് മപ്പാസ് റെഡി. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ പറഞ്ഞത്, കാരണം ഇതൊക്കെ ഒരു കോമൺ തിങ് ആയതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ഈ റെസിപ്പി അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ കറി നമ്മളുടെ ഡോണു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ആദ്യമേ അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, പിന്നെ ഞാൻ വീഡിയോ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ചെക്കന് ഭയങ്കര ഡിമാൻഡായി, പിന്നെ അവൻ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഉണ്ടടാ അത് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായാണ് കേട്ടോ. വേറെ ഒന്നിനല്ല, ഒന്ന് അപ്പിട്ട് നിൽക്കുകയാണ് അവൻ. അതൊന്ന് കഴുകിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാട് വരുന്നത്. ഈ ചെക്കൻ അപ്പിട്ട് കഴിഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകിക്കാനായിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ ആരോഗ്യം മുഴുവനും ഞാൻ അവിടെ കളയേണ്ടി വരും. കാരണം എന്ത് ചെയ്താൽ വരില്ല, ഇങ്ങനെ ഓടിപ്പിച്ച് നടക്കുക തന്നെ. എന്നാൽ ഞാൻ എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിലോ പിന്നെ എൻ്റെ മുഖം മുഴുവൻ മാന്തി അങ്ങ് പൊട്ടിക്കും. എന്താണെന്നറിയാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഷമ്മി കളിക്കാനായിട്ട് ഇവനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ ഇതുമോനും ഈ ഒരു ഇരിപ്പങ്ങിരുന്നു. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ വല്ല സിനിമയൊക്കെ കാണുന്നതെന്ന്. സിനിമയൊന്നല്ല, ഉമ്മാൻ്റെ കൂടെ ഇരുന്ന് കാർട്ടൂണാണ് കാണുന്നത്. അല്ലെങ്കിലും പിള്ളേരുള്ള വീടുകളിൽ എല്ലാ അമ്മമാർക്കും ഇതന്നെ അവസ്ഥ. നമുക്ക് ടി വിയിലൊന്നും കാണാൻ പറ്റില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ എല്ലാ കാർട്ടൂണും ഏതാണ്ട് ബൈ ഹാർട്ടായി. എൻ്റെ പൊന്നോ, ഇപ്പം ട്രെൻഡിങ് ഓടണതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിയോം കിയോം കുരുവി ഞാനൊരു കിയോം കിയോം കൂ, ആ പാട്ടൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ്. എൻ്റെ ദൈവമേ, എല്ലാം ഇപ്പോഴും എനിക്ക് ബൈ ഹാർട്ടായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.